കിട്ടിപ്പോയി. അത് ചോട്ടാ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ എന്നാ പറയുന്നത്. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ അപ്പൊ ഇമാമിന്റെ പിന്നിൽ നിസ്കാരത്തിന് വരുന്നവരിൽ പെണ്ണുങ്ങളും ഉണ്ടെന്ന് കിട്ടിപ്പോയി. പെണ്ണുങ്ങളും ഉണ്ട് പേരോടെ, കൂട്ടപ്രാർത്ഥനയും ഇല്ല പേരോടെ. ഭയങ്കര കിട്ടലാവും. പെണ്ണിനെ കിട്ടിയില്ലേ? അതൊരു ചെറിയ കിട്ടലാ, ഭയങ്കര കിട്ടലല്ലേ കിട്ടിയത്. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് പിന്നിൽ പെണ്ണ് ഉണ്ട് എന്നാ വരുന്നതെങ്കിൽ നബി തങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് ഇല്ലാതല്ലേ കിട്ടിയ പറഞ്ഞ പോലെയാണെങ്കിൽ. അപ്പൊ എഴുന്നേറ്റ് പോയിട്ട് ഇല്ലാതല്ലേ കിട്ടുക, രണ്ടും കൂടി എങ്ങനെ കിട്ടുക? അത് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും രണ്ടും കൂടി കിട്ടൂല എന്ന് ഉറപ്പാ. ഇന്ന് അങ്ങക്കൊന്ന് കേൾക്കണോ? ഞാനൊരു ആയത്തോതാ. എന്താ ആയത്തറിയോ? വലക്കും നിസ്സുമാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ്. അല്ലാഹ് പറയാണ് വലക്കും നിസ്സുമാ തറക അസ്വാജുക്കും. ഒരു സ്ത്രീ, ഒരു ഭാര്യ മരിച്ചുപോയി. അങ്ങനെ ഭാര്യ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഭാര്യയുടെ പകുതി അവകാശമുണ്ട്. എപ്പോ? ഇല്ലം യകുൻ ലഹുന്ന വലദുൻ. ആ ഭാര്യക്ക് മക്കള് ഇല്ലെങ്കിൽ. ഇപ്പൊ മൗലവിക്ക് എന്ത് കിട്ടിപ്പോയി? മക്കളുണ്ട് എന്ന് കിട്ടിപ്പോയി. കാരണം മക്കളില്ലെങ്കിൽ പകുതി അവകാശമാണ് എന്ന് ഖുർആൻ പറയുമ്പോ മൗലവിക്ക് എന്ത് മനസ്സിലാവൂ? മരിച്ച പെണ്ണിന് മക്കളുണ്ടെന്ന് കിട്ടിപ്പോയി. കാരണം മക്കളില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മക്കളില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മക്കളുണ്ട് എന്ന് കിട്ടുമോ മൗലവി? എന്താണ് ഷാർജയിൽ എവിടെയാ തലച്ചോറ് കൊണ്ടുപോയിട്ട് പണയം വെച്ചത്? ഒരു സാധനം ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് കിട്ടുമോ? സുബ്ഹാന ജല്ല ജലാലു. വല്ലാത്ത കിട്ടലിന് കിട്ടിപ്പോയി മൗലവിക്ക്. ഇനിയുണ്ട് ഖുർആനിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലം. വലഹുന്ന റുബു മിമ്മാ തറകതും ഇല്ലം യകുൽ ലക്കും വലദ്. നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങൾ ഒഴിച്ചിരുന്ന സ്വത്തിന്റെ നാലിലൊന്നുണ്ട്. ഇല്ലം യകുൽ ലക്കും വലദ്. നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ. ഇപ്പൊ മൗലവിക്ക് എന്തിട്ടി? നമുക്കെല്ലാം മക്കളുണ്ട് എന്ന് കിട്ടി. മരിച്ച മയ്യത്തിന് മക്കളുണ്ട് എന്ന് കിട്ടി. കാരണം മരിച്ച മയ്യത്തിന് മക്കൾ ഇല്ലെങ്കിൽ ഭാര്യക്ക് നാലിലൊന്ന്. മരിച്ച മയ്യത്ത് ഭാര്യയാണെങ്കിൽ അവൾക്ക് മക്കൾ ഇല്ലെങ്കിൽ ഭർത്താവിന് പകുതിയും. ഇപ്പൊ മൗലവിക്ക് എന്താ കിട്ടുക? മരിച്ച മയ്യത്തിന് മക്കളുണ്ട് എന്ന് കിട്ടൂ. ഇവർക്ക് കിട്ടിപ്പോലാണല്ലോ, വല്ലാത്ത കിട്ടിപ്പോലും കേട്ടോ. ഇനി മൗലവി, ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അത് ഫിഖഹിന്റെ കിതാബിലുള്ള ഒരു ഇബാറത്താണ്. ആ ഇബാറത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ മതി എന്ന നിലക്ക് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. വെറും പള്ളിയിലെ മസല മാത്രമാണോ ഫിഖഹിന്റെ കിതാബിൽ പറയുന്നത്? അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും മാത്രമുള്ള സ്ഥലത്തുള്ള മസലയാണോ? ഇമാമ് നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കണം എന്ന നിയമവും അതുപോലെ തന്നെ അതാ നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആയും കഴിഞ്ഞാൽ അത് വ്യക്തമായി തന്നെ അഖിബ ഫറാഗിഹി മിന സ്വലാത്തി, അതേ നിസ്കാരത്തിൽ പിരിഞ്ഞ ഉടനെ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ ശേഷമുള്ള ദിക്റിൽ നിന്നും ദുആയിൽ നിന്നും കൂടിക്കഴിഞ്ഞതിന് ശേഷം ഇമാം എഴുന്നേറ്റ് പോകണം എന്ന് തന്നെ വ്യക്തമായി ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹ് ബാഫിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ഫറാഗിഹി, അദ്ദേഹം ഒഴിവായതിനു ശേഷം മിന ദിക്റി വ ദുആയി, ദുആയും ദിക്റും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് എഴുന്നേറ്റ് പോകണം എന്ന നിയമം ഉള്ളത്. ആ പോകുന്ന പോക്ക്, ദിക്റും ദുആയും കഴിഞ്ഞിട്ട് പോകുന്ന പോക്ക്, അതിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ആ വിവരിച്ച സ്ഥലത്ത് അത് അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞ നിയമമെന്നാണ് മൗലവിയുടെ കണ്ടുപിടുത്തം. അത് ചോദിച്ച അന്യ സ്ത്രീ പുരുഷന്മാര് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നിയമം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണോ? അത് ശുദ്ധമായ കളവാണ്, കബളിപ്പിക്കലാണ്. ആ പറഞ്ഞത് ഫുഖഹാ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ മൗലവി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ആ മൗലവിന്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി കേൾപ്പിച്ചിട്ട് അത് ഞാൻ വിശദീകരിച്ചു തരാം. മൗലവി പറയാണ്, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ഇവിടെ വായിച്ച ഇബാറത്തിലുണ്ട് വലൗബിൽ മസ്ജിദിൻ നബവി എന്ന് പറഞ്ഞിട്ടാ വായിച്ചത്. മസ്ജിദുൻ നബവി വീടാണോ? എന്താ മൗലവി കിട്ടുക? അല്ലാത്ത സ്ഥലത്തും കൂടി ഈ നിയമം പറഞ്ഞാൽ കിട്ടുക. അല്ലാതെ പള്ളിയിൽ മാത്രമല്ല കിട്ടുക. പള്ളിയിലാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ പള്ളിയിലല്ലെങ്കിൽ ആ നിയമം ഉണ്ട് എന്നാ കിട്ടുക. ഇവിടെ പള്ളിയിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ആലോചിക്കണമെന്നേ വരും. നേരെ മറിച്ച് മറ്റുള്ള സ്ഥലത്ത് നിയമം ഇല്ല എന്നല്ല വരിക. വലിയ ജോറായിട്ട് ചോദിക്കുക, മെഹ്റാബ് വീട്ടിലാണോ പേരോടെ? വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെയും ഇടതുഭാഗം ഖിബിലയുടെ നേരെ എന്നും ചില കിതാബുകളിൽ മെഹ്റാബിന്റെ നേരെ എന്നും കാണാം. മെഹ്റാബ് വീട്ടിലാണോ പേരോടെ? വീട്ടിലെവിടെയാ മെഹ്റാബ് ഉള്ളത്?
വീട്ടിൽ മിഹ്റാബ് ഉണ്ടായിക്കൂടെ? അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മിഹ്റാബ് ഉണ്ടായിരുന്നോ? മിഹ്റാബ് പിന്നെ ഉണ്ടാക്കിയതല്ലേ? അതെ, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും പങ്കെടുക്കുന്ന പള്ളിയിൽ മാത്രമേ മിഹ്റാബ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ഏത് കിതാബിലാ പറഞ്ഞത്? മിഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഇമാമ് കയറി നിൽക്കുന്ന സ്ഥലം അത് വീട്ടിൽ തന്നെ നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു മദ്രസയിൽ ഉണ്ടാക്കിയാൽ, നമ്മളൊക്കെ തന്നെ സ്കൂളുകളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ചിലപ്പോൾ മിഹ്റാബ് ഉണ്ടാക്കുന്നുണ്ട്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ മാത്രമേ ഉണ്ടാവും നിങ്ങളോട് ആരാ പറഞ്ഞത്? മൗലവിക്ക് ഒരു ചുക്കും മനസ്സിലാകാത്തൊരു മൗലവി ഇങ്ങനെ നാക്കി തടിക്കുകയാണ്. മിഹ്റാബ് ഉണ്ടെങ്കിലും ഇമാമിന്റെ നിയമത്തിന് മാറ്റമില്ല, പള്ളിയിലായാലും മാറ്റമില്ല, വീട്ടിലായാലും മാറ്റമില്ല, ഹാളിലായാലും മാറ്റമില്ല, മൈതാനിയിലായാലും മാറ്റമില്ല. ഇമാമിന് എവിടെയും നിയമം അങ്ങനെ തന്നെയാണ്. ഇതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അത് സ്ത്രീകൾ പങ്കെടുക്കുന്ന സ്ഥലത്താകണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇനി ഒന്നുകൂടി ഞാൻ മൗലവി പറയുന്നത് കൽപ്പിക്കുന്നു. അത് പൊരയിലത്തെ കാര്യമാണ് പേരോട് പറയുന്നത്. ഞാൻ പറഞ്ഞത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴുള്ള നിയമവും പണ്ഡിതന്മാര് പറയില്ലേ എന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ വീട്ടിൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൗലവി അതൊന്ന് പറയുന്നത് കേട്ടോളൂ. അത് പള്ളിയിലെ കാര്യമല്ല, പൊരയിലത്തെ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പെണ്ണുങ്ങൾക്ക് ഇനി മൗലവിമാരെ ഏർപ്പാടിനെ പറ്റി മൗലവിയുടെ ഒരു കാര്യം പറയുന്നത്. മൗലവിന്റെ എന്നെ സ്വിപ്പാക്കിയിട്ട് പറയാണ് എന്താ മൗലവിന്റെ ഏർപ്പാട്. മൗലവി പറയുന്നത് പേരോട് പറഞ്ഞതനുസരിച്ച് ബേക്കിൽ ഉമ്മയും അതുപോലത്തെ പെങ്ങളും ഭാര്യയും ഒക്കെ വന്ന് നിസ്കരിച്ചാൽ ഇയാള് നിസ്കരിച്ചിട്ട് എണീറ്റിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കാം, ഓള് പോയോ ഭാര്യ പോയോന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെയെല്ലാം കൂടി ഓള് പോയി എന്ന് മനസ്സിലായാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓള് പോയോ നോക്കാം. അങ്ങനെ നോക്കി ഓള് പോയി എന്ന് മനസ്സിലായാൽ ഓളെടുത്തേക്കാ പോയത് റൂമിലേക്ക്, ഭർത്താവ് എടുത്തേക്കാ പോകുന്നത് റൂമിലേക്ക് തന്നെ. ഇതാ ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചു മൂപ്പര് പറയാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ മൗലവിമാര് പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് എണീക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓള് പോയോ എന്ന് നോക്കിയിട്ടാ എണീക്കലെന്ന് നമുക്ക് മനസ്സിലായി. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ അയാൾ എന്താ പറയുന്നു. അനുഭവം ഓരോരുത്തർക്കല്ലേ മനസ്സിലാവുള്ളൂ. ഒന്ന് വെച്ചോട്ടാ. ഇപ്പൊ പരീന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഇയാൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇമാമ്, ഭാര്യയുണ്ട് മൗമൂമ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ നോക്കുക, ഓള് പോയോ, എനിക്ക് ഇവിടുന്ന് നീക്കാൻ, ഓള് പോയോ. കുറച്ച് കഴിയുമ്പോൾ ഓള് പോയിട്ട് ഓള് കയറിയതിലേക്ക് ഓളെ റൂമിലേക്ക്. ഓള് പോയി, നീ ഞാൻ നീക്ക. മൂപ്പര് എവിടുന്ന് ഉടനെ എഴുന്നേറ്റ് മൂപ്പരും കയറി. എവിടേക്കന്നെ? അവള് പോയ റൂമിൽ തന്നെ. നല്ല മസലേട്ടോ, നല്ല മസലല്ലേ? ആർക്കും മനസ്സിലാവില്ലേ സുഹൃത്തുക്കളെ? ഇത് പൊരിയുന്ന ബാപ്പിയും മക്കളും ഭർത്താവും ഭാര്യയും കൂടി നിസ്കരിക്കുമ്പോഴുള്ള മസലയല്ല. ഇത് അന്യ സ്ത്രീ പുരുഷന്മാര് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നിയമം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണോ? അപ്പൊ ഈ അമിത ബുദ്ധിയൊന്നും വേണ്ടട്ടോ. ഇങ്ങനെ മൗലവിമാർ എണീക്കട്ടെ. എങ്ങനെയാണ്? അന്യ സ്ത്രീകൾ പിന്നിൽ നിർത്തിയിട്ട് നിസ്കരിക്കുക. എന്നിട്ടോ ഓള് പോയോ എന്നിങ്ങനെ നോക്കുക. എന്നിട്ട് ഓൾ പോയാലും മൗലവിമാർ എണീക്കുക. ഇത് അന്യപുരുഷന്മാരുമായിട്ട് നിസ്കരിക്കുമ്പോൾ മാത്രമുള്ള നിയമട്ടോ. അല്ലാതെ ഈ തിരിഞ്ഞിരിക്കുന്ന നിയമവും എണീക്കുന്ന നിയമമൊന്നും കുടുംബത്തിലുള്ള പെണ്ണുങ്ങളോ അല്ലെ മറ്റു പുരുഷന്മാരോ ഉള്ള സമയത്ത് ഈ നിയമമല്ല. അന്യപുരുഷ സ്ത്രീകൾ ബേക്കിൽ വന്ന് നിസ്കരിക്കുമ്പോ മാത്രമുള്ളൊരു നിയമമാണിത്. മൗലവിന്റെ പുതിയ കണ്ടുപിടുത്താണല്ലോ. മൗലവി, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇല്ലം യകുൻ ഖൽഫഹു നിസാഉൻ, അവരുടെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുജാഹിദുകൾ പറയുന്നത് പോലെയാണെങ്കിൽ ഇല്ലം യകുൻ ഫൗഖഹു നിസാഉൻ എന്നല്ലേ പറയേണ്ടത് ഇമാമിങ്ങൾ. കാരണം നിങ്ങൾക്ക് പെണ്ണുങ്ങൾ മേലെയും ആണുങ്ങൾ ചോടയുമല്ലേ. നിങ്ങൾ ആണുങ്ങളെ പിന്നിൽ പെണ്ണുങ്ങളെ നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന പതിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പോയോ എന്ന് നോക്കാൻ ഞാൻ ചോദിക്കട്ടെ. ആണുങ്ങളെ സഫിന്റെ പിന്നിൽ അന്യ പെണ്ണുങ്ങളെ നിർത്തിയിട്ട് അവൾ പോയോ എന്ന് ഇമാമ് നോക്കാനുള്ളൊരവസ്ഥ നിങ്ങളെ പള്ളികളിൽ നിങ്ങളെന്തേ നടപ്പാക്കാത്തത്? അതൊന്ന് നടപ്പാക്കി കാണിക്കൂ മൗലവിമാരെ. ഇമാമിന്റെ പിന്നിൽ ഉള്ള പെണ്ണ് പോയോ എന്ന് നോക്കാനുള്ളൊരവസ്ഥാവിശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്നല്ലേ നിങ്ങളിപ്പോ പ്രസംഗിച്ചതിന്റെ അർത്ഥം? എന്നാൽ നിങ്ങൾ ഇല്ലം യകുൻ ഖൽഫഹു നിസാഉൻ എന്നല്ലേ കിതാബിലുള്ളത്, ഇല്ലം യകുൻ ഫൗഖഹു നിസാഉൻ എന്നല്ലല്ലോ. മേലെയല്ലേ നിങ്ങളെ പെണ്ണുങ്ങളെ കാണുന്നത്? നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളെ ബേക്കിൽ വന്ന് നിസ്കരിക്കുന്നത്, നിങ്ങളെ അന്യ സ്ത്രീകളെ ബേക്കിൽ വെച്ച് നിസ്കരിപ്പിക്കുന്നത് കാണുന്നില്ലല്ലോ.
ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിൽ നേരത്തെ തന്നെ വന്ന മഹദിയാണ്. ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തങ്ങളുടെ ഭാര്യയായിട്ടുണ്ടായ മഹദിയാണ്. ആ മഹദി ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ ഒറ്റയായി വന്നിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ സ്ത്രീകൾ പള്ളിയിൽ വന്നപ്പോൾ അവര് പിന്നിൽ തന്നെയായിരുന്നു സഫ് കെട്ടി നിന്നിരുന്നത്. നിങ്ങളെപ്പോലെ മേലെ കയറ്റിയിട്ട് നിർത്തുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വരുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ ബേക്കിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബേക്കിലുള്ള സ്ത്രീകൾ ആ വന്നിരുന്ന കാലഘട്ടം അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ തൊടുന്നതിന് വിരോധമുള്ള കാലമല്ല, കാണുന്നതിന് വിരോധമുള്ള കാലമല്ല, അതുപോലെ ഒന്നായി സംഗമിക്കുന്നതിന് വിരോധമുള്ള കാലമല്ല. അങ്ങനത്തെ ഒരു കാലത്ത് വന്നിരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ആ സ്ത്രീകൾ വന്ന് നിസ്കരിച്ചിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെഴുന്നേറ്റ് പോയതിന് ശേഷമാണ് പോയിരുന്നത് എന്ന് പറയുന്ന ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാർ ഏത് സ്ത്രീകൾ എപ്പോൾ എവിടെ ഉണ്ടായിരുന്നാലും ആ നിയമം ബാധകമാണെന്ന് വിവരിച്ചതല്ലേ വാസ്തവത്തിൽ തൊഹ്ഫ പോലുള്ള കിതാബുകളിൽ ഉള്ളത്. ആ കിതാബിന്റെ ഉദ്ധരണികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, അതേ തൊഹ്ഫയിൽ തന്നെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് മക്റൂഹാണെന്നില്ലേ, ഫസാദുണ്ടെങ്കിൽ ഹറാമാണെന്നില്ലേ? നിങ്ങൾ വലൗബിൽ മസ്ജിദിൻ നബവി എന്ന് വായിച്ച കിതാബിൽ തന്നെ ഇല്ലേ? അതുപോലെ തന്നെ മിഹ്റാബിലാണെന്ന് പറഞ്ഞാൽ ആ മിഹ്റാബ് പറഞ്ഞ അതേ കിതാബിൽ തന്നെ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി വരുന്നത് വിരോധിക്കപ്പെട്ടതാണെന്നില്ലേ? ഫസാദുണ്ടെങ്കിൽ ഹറാമാണെന്നില്ലേ? ഇക്കാലം ഫസാദുള്ള കാലമായതുകൊണ്ട് ഹറാമാണെന്ന് തന്നെയും ആ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പച്ചയായി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വ്യക്തമായി അവർ പറഞ്ഞ ഇബാറത്തുകളിലൊക്കെയും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകരുതെന്നും ഒരു പുണ്യവും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനില്ലെന്നും മനസ്സിലാക്കുമ്പോ ചോദിക്കട്ടെ മൗലവി, ഈ ഇബാറത്തിൽ നിന്ന് ഈ ജിത്തിഹാദ് ചെയ്തിട്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഓള് പോയോ എന്ന് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങളുടെ വിവരവും ബുദ്ധിയുമൊക്കെ ആരോ കൊണ്ടുപോയോ? ഉസ്താദ് പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ ശേഷവും പറഞ്ഞിരുന്നും പോലും എഴുതിയിരുന്നും പോലും. ഓ മൗലവി, എന്നാ കീഴൻ ഉസ്താദിന്റെ ഭാര്യയെ ജുമഅക്കോ ജമാഅത്തിനോ കീഴൻ ഉസ്താദ് അയച്ചിരുന്നോ? 2 പെൺകുട്ടികളല്ലേ മാനവറുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ 2 പെൺകുട്ടികളെ ഇന്നേ വരെ പറഞ്ഞേച്ചിരുന്നോ? ഇന്നും അവർ പോകുന്നുണ്ടോ? അവിടുത്തെ ഭാര്യയെ പറഞ്ഞേച്ചിരുന്നോ? ജീവിതത്തിൽ ഒരു ജുമഅക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് പങ്കെടുക്കുന്ന ജുമയിൽ ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ്